ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ട്രെയിനിൽ ടിടിക്ക് നേരെ ആക്രമണം. ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയാണ് പാലക്കാട് ഡിവിഷനിലെ ടിടി സുജിത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഈ കോഴിക്കോട് ഫറോക്കിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയായിരുന്നു യുവതി. അതിനിടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇതെന്താണ് സംഭവിച്ചത്? അതിനിടെ യുവതിയും പരാതി നൽകിയിട്ടുണ്ടല്ലോ ടിടിക്കെതിരെ. തനിക്ക് നേരെ അതിക്രമം ഉണ്ടായി, അപ്പോൾ തിരിച്ചാക്രമിച്ചതാണെന്ന് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ ഈ സംഭവം നടക്കുന്നത്. കുറ്റിപ്പുറത്ത് നിന്ന് ഫറോക്കിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു ഈ യുവതി. അത് ഓർഡിനറി ടിക്കറ്റ് ആയിരുന്നു. ഓർഡിനറി ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ഇരുന്നപ്പോൾ ടി വന്ന് ടിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അടുത്ത കമ്പാർട്ട്മെന്റായ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ പ്രകോപിതയായിട്ട് ഈ ടിയെ ആക്രമിച്ചു എന്നാണ് ടിയെ ആക്രമിക്കുകയായിരുന്നു. ഇവര് ടിക്ക് മുഖത്ത് ചെറുത പരിക്കുകളുണ്ട്. ഷൊർണൂരിലെത്തി അവർ പോലീസിൽ പരാതി നൽകുകയും ഒറ്റപ്പാലത്ത് ഹോസ്പിറ്റലിൽ ടി അഡ്മിറ്റ് ആയിട്ടുമുണ്ട്. അത് മാത്രമല്ല, ടി തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ യുവതി ഷൊർണൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. രണ്ടുപേരുടെയും പരാതി ഒറ്റപ്പാലം ഷൊർണൂർ റെയിൽവേ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ നടപടികൾ നടന്നു വരികയാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, യുവതി നിയമവിരുദ്ധമായിട്ടാണ് യാത്ര ചെയ്തതെന്ന്. പക്ഷേ ഈ ടിക്കെതിരെ ഈ യാത്രക്കാരി പരാതി നൽകിയ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലൊരു നടപടി ഉണ്ടാകുമോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? രണ്ടുപേരുടെയും മൊഴികൾ വിശദമായി എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, യാതൊരു പ്രകോപനവും കൂടാതെയാണ് ടിയെ ആക്രമിച്ചത്. മാറി വേറെ കമ്പാർട്ട്മെന്റിലേക്ക് അത് ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് മാറി പോകാൻ പറഞ്ഞതും അതിൽ പ്രകോപിതയായിട്ടാണ് ഈ ടിയെ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതിനൊരു കൗണ്ടർ കേസായിട്ടാണ് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ യുവതി ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് കേട്ടോ. യെസ്, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കണം. പക്ഷെ ഇവിടെ ആ യുവതി നിയമവിരുദ്ധമായിട്ടാണ് യാത്ര ചെയ്തതെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അത് ചോദ്യം ചെയ്തപ്പോൾ ടിയെ ആക്രമിക്കുന്നു. പിന്നീട് അത് കേസായി കഴിഞ്ഞപ്പോൾ, പരാതിയായി കഴിഞ്ഞപ്പോൾ ടിക്കെതിരെ പരാതി നൽകുന്നു. എന്തായാലും പോലീസ് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കേസിനെ കാണുന്നത്. ഒരു യുവതിയാണ് മറുവശത്തുള്ളത്, പ്രതിസ്ഥാനത്തുള്ളത്. പക്ഷെ അവരും പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.